ഇതാണ് ടൈമർ സ്വിച്ച്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഏതൊരു ഉപകരണവും ഇതുമായി കണക്ട് ചെയ്താൽ നമ്മുടെ അഭാവത്തിൽ നാം മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത സമയത്ത് ഓണാക്കാനും ഓഫാക്കാനും ഈ ടൈമർ സ്വിച്ചിന് കഴിയും. ആൾതാമസം ഇല്ലാത്ത വീട്ടില് ഗേറ്റിലെ ലൈറ്റ്, വീടിന് പുറത്തുള്ള ലൈറ്റുകൾ, ബെഡ്റൂമിലെ ലൈറ്റ് എന്നിവ ഈ സ്വിച്ച് ഉപയോഗിച്ച് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് മനുഷ്യവാസം ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ കഴിയും. ഷോപ്പുകൾ ക്ലോസ് ചെയ്തതിന് ശേഷം നെയിം ബോർഡ് കുറച്ച് മണിക്കൂറുകൾ കൂടി തെളിഞ്ഞു നിൽക്കാനും ഇത് കൂടുതൽ ആളുകൾ വാങ്ങിക്കാറുണ്ട്. ഒരു ദിവസത്തിൽ 16 തവണ വ്യത്യസ്ത സമയത്ത് ഓൺ ഓഫ് പ്രോഗ്രാം ചെയ്യാൻ കഴിയും. ഇതിവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ രാവിലെയും വൈകിട്ടും ഭക്തിഗാനങ്ങൾ വയ്ക്കുന്നതിന് ഒരു ഓർഡർ വന്നതാണ്. സെറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് റിയൽ ടൈം സെറ്റ് ചെയ്യണം. യൂണിറ്റ് റീസെറ്റ് ചെയ്യാം. ശേഷം ക്ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡേ സെലക്ട് ചെയ്യാം. ഇന്ന് സാറ്റർഡേ. ശേഷം ഹവർ 1, 2, 3 മിനിറ്റ് 10 മിനിറ്റ്. ഇപ്പോഴത്തെ റിയൽ ടൈം സെറ്റായി. ഇനി ഓൺ ഓഫ് ഷെഡ്യൂൾ സെറ്റ് ചെയ്യാം. ടൈമർ ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് വിടണം. ഓൺ എന്ന് കാണിക്കുന്നത് കണക്ട് ചെയ്ത ഉപകരണം ഓൺ ആവുന്ന സമയമാണ്. മുകളിൽ 1 എന്നത് അന്നേ ദിവസത്തെ ആദ്യത്തെ സ്വിച്ചിങ് ആണ്. ശേഷം ഡേ ബട്ടണിൽ ഡേ സെലക്ട് ചെയ്യുക. ഇത് ആഴ്ചയിൽ 7 ദിവസവും വർക്ക് ചെയ്യുന്ന മോഡാണ്. ഡേ ബട്ടൺ ഓരോ തവണയും പ്രസ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ഡേ സെലക്ഷൻ ലിസ്റ്റ് വരും. ഇത് സൺഡേ ഒഴിച്ച് ബാക്കി ദിവസം. അടുത്ത പ്രസ്സിൽ സാറ്റർഡേയും ഒഴിവായി. ഇത് സൺഡേയും സാറ്റർഡേയും മാത്രം. പിന്നെ 3 ദിവസങ്ങൾ, അടുത്ത 3 ദിവസങ്ങൾ, ആദ്യത്തെ 3 ദിവസങ്ങൾ, അവസാനത്തെ 3 ദിവസങ്ങൾ, പിന്നെ ഓരോ ദിവസങ്ങൾ. ഇവിടെ കസ്റ്റമർക്ക് എല്ലാ ദിവസവും ആവശ്യമായതിനാൽ ഫുൾ ഡേ മോഡ് സെലക്ട് ചെയ്തു. ഇനി മണിക്കൂർ സെറ്റ് ചെയ്യാം. രാവിലെ 5 മുതൽ 6 മണി വരെയാണ് വേണ്ടത്. ഓൺ ടൈമിൽ 5 ആക്കിയതിനു ശേഷം ടൈമർ പ്രസ് ചെയ്ത് ഓഫ് 6 മണി ആക്കുക. ആദ്യത്തെ പ്രോഗ്രാം സെറ്റായി. ഇനി വൈകിട്ട് പ്രോഗ്രാം 2 ഓപ്പൺ ചെയ്ത് ഫുൾ ഡേ കൊടുത്ത് ഈവനിങ് ഹവർ 24 അവർ ക്ലോക്ക് ആയതുകൊണ്ട് 17 മണിയിൽ നിർത്തി. ഓഫ് ടൈം 18 ആക്കുക. ഇപ്പോൾ ടൈമർ പ്രവർത്തന സജ്ജമായി. ഒരു ദിവസം തന്നെ 16 തവണ ഇങ്ങനെ ഓൺ ഓഫ് സെറ്റ് ആക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവിടെ 2 തവണ മാത്രമാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ക്ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ബാക്കിലേക്ക് വരാം. ഇനി പവർ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ 1, 2 ടെർമിനലുകൾ ഫേസും ന്യൂട്രലുമാണ്. ഔട്ട്പുട്ട് ആണ് 4ഉം 5ഉം. നമ്മുടെ കസ്റ്റമർ വെയിറ്റിംഗ് ആയതുകൊണ്ട് റിയൽ ടൈം വരെ വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. മാനുവലായി ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഓഫ് മോഡാണ്. ഇപ്പോൾ ഓട്ടോ മോഡ്. സെറ്റ് ചെയ്ത ടൈം ആവാത്തതുകൊണ്ട് ഔട്ട്പുട്ട് 0 ആണ്. ഇപ്പോൾ ഓൺ മോഡ്. ഔട്ട്പുട്ടിൽ പവർ വന്നു. ഔട്ട്പുട്ടിൽ പവർ വന്നു എന്നതറിയാൻ ഒരു റെഡ് LED തെളിഞ്ഞു വരും. ഇതിലെ മാനുവൽ ബട്ടൺ ഉപയോഗിച്ച് അത്യാവശ്യ സാഹചര്യത്തിൽ മാനുവലായി ഓൺ ഓഫ് ചെയ്യാം എന്നാണ് പ്രത്യേകത. മെക്കാനിക്കൽ സ്വിച്ച് പോലെ ഓണും ഓഫും ആക്കാം. ശേഷം ഈ ഗ്ലാസ് കവർ വെച്ച് ബട്ടൺസ് ലോക്ക് ചെയ്ത് വെക്കാം.